സെക്കൻഡ് മൊഡ്യൂൾ ക്വാണ്ടം ഡൈനാമിക്സ് ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഹൗ എ ഫിസിക്കൽ സിസ്റ്റം ചേഞ്ചസ് വിത്ത് ടൈം. ഓക്കെ, ടൈം എവല്യൂഷൻ ഓഫ് എ ഫിസിക്കൽ സിസ്റ്റം, അതാണ് നമ്മൾ ഡൈനാമിക്സ് എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ന്യൂട്ടോണിയൻ മെക്കാനിക്സ്, ലഗ്രാഞ്ചിയൻ, ഹാമിൽട്ടോണിയൻ ഇതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്കറിയാം, നമ്മളൊരു സിസ്റ്റത്തിൻ്റെ ഡൈനാമിക്സ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമുക്കവിടെ ആദ്യം ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ഒരു വേരിയബിൾ അല്ലെങ്കിൽ ഒരു പാരാമീറ്റർ ഏതാണ് എന്നുള്ളത് നമ്മൾക്ക് ആദ്യം ഡിറ്റർമിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഒരു സിസ്റ്റത്തിൻ്റെ ഡൈനാമിക്സ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ആ ഒരു സിസ്റ്റത്തിനെ ആ പെർട്ടിക്കുലർ സ്റ്റേറ്റ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്ന ആ ഒരു സമയത്ത് റെപ്രസെൻ്റ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ അല്ലെങ്കിൽ ഒരു വേരിയബിൾ നമുക്കുണ്ടാവും. അപ്പം അത് ആദ്യം ഏതാണ് എന്നുള്ളത് നമ്മൾ ഡിറ്റർമിൻ ചെയ്യും. അത് കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ അതിൻ്റെ ടൈം എവല്യൂഷനാണ് നോക്കുക, അല്ലേ? അതാണ് നമുക്ക് ഡൈനാമിക്സിൽ ഉള്ള ബേസിക് ആയിട്ടുള്ള 2 സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ ഓൾറെഡി പറഞ്ഞു, ക്വാണ്ടം മെക്കാനിക്സിൽ നമുക്ക് ഒരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് സ്റ്റേറ്റ് കെറ്റ് യൂസ് ചെയ്തിട്ടാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. സോ അതുകൊണ്ട് തന്നെ നമ്മൾ ക്വാണ്ടം മെക്കാനിക്സിനകത്ത് ഡൈനാമിക്സ് ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ട്, ഒരു സിസ്റ്റത്തിൻ്റെ ഡൈനാമിക്സ് ഡിസ്കസ് ചെയ്യുക എന്ന് പറയുന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ സ്റ്റേറ്റ് കെറ്റിൻ്റെയും അതുപോലെ ഒബ്സർവബിളിൻ്റെയും ഒക്കെ ടൈം എവല്യൂഷൻ, ഓക്കെ, ഇത് ടൈമിനനുസരിച്ച് എങ്ങനെയാണ് ഇവോൾവ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ എന്താണ് എന്നുള്ളത് നോക്കാം. ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ എന്ന് പറയുമ്പോൾ, സപ്പോസ് നമ്മളൊരു ഫിസിക്കൽ സിസ്റ്റത്തിനെ സ്റ്റഡി ചെയ്യാണ്. ഓക്കെ, അപ്പം അതിൻ്റെ ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ T0 എന്ന് പറയുന്ന ഒരു ടൈമിൽ ഈ സിസ്റ്റത്തിനെ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് അത് ആൽഫ എന്ന് പറയുന്ന ഒരു സ്റ്റേറ്റിലാണ് എന്ന് വിചാരിക്കുക. ഓക്കെ, സോ ഇനീഷ്യലി ദ സിസ്റ്റം ഈസ് ഇൻ ദിസ് സ്റ്റേറ്റ്. ഇനി അവിടെ ഒരു ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുകയാണ്, അതായത് T0 നിന്ന് Tയിലേക്ക് ഒരു ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ നെക്സ്റ്റ് ഈ T എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ കെറ്റ്, സ്റ്റേറ്റ് കെറ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ ഉണ്ടായിരുന്ന ഈ ഒരു കെറ്റ് തന്നെ ആയിക്കൊള്ളണം എന്നില്ല. ഓക്കെ, സോ ആ ഒരു ആഫ്റ്റർ എ ടൈം Tയിൽ വരുന്ന സ്റ്റേറ്റിനെ നമ്മൾ ആൽഫ T0 സെമിക്കോളൻ T എന്ന് റെപ്രസെൻ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു സംഭവം ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് T0 എന്ന് പറഞ്ഞ സമയത്ത് നമ്മുടെ സിസ്റ്റം ആൽഫ എന്ന് പറയുന്ന സ്റ്റേറ്റിലായിരുന്നു എന്ന് റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ദിസ് റെപ്രസെൻറ്റ്സ് അവർ ന്യൂ സ്റ്റേറ്റ്. സോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ടൈം ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ സമയത്ത് ഈ കെറ്റിലുണ്ടായ ഈ ഒരു ചേഞ്ച് ഇതെങ്ങനെയാണ് നടക്കുന്നത്? ഓക്കെ, ഈ 2 കെറ്റുകളും എങ്ങനെയാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ് ആ ഐഡിയ നമുക്ക് തരുന്ന ഓപ്പറേറ്റർ. അതായത് ഈ 2 കെറ്റുകളെയും തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന നമ്മുടെ ഓപ്പറേറ്ററാണ് ആര്? നമ്മുടെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ. ഓക്കെ, അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് U(t(T0) എന്നാണ്. ബിക്കോസ് ഇവിടെ നമ്മുടെ ടൈം ട്രാൻസ്ലേഷൻ വന്നത് T0 നിന്ന് Tയിലേക്കാണ്, അല്ലേ? സോ അതുകൊണ്ടാണ് അങ്ങനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് അവർ കെറ്റ് അറ്റ് ലേറ്റർ ടൈം, ദാറ്റ് ഈസ് ആൽഫ T0 സെമിക്കോളൻ T, അല്ലേ? ഇത് ലേറ്റർ ടൈമിലുള്ള കെറ്റാണ്. This is equal to our time evolution operator U(t(T0) acting on our initial state alpha T0. Okay, so ഇയാളാണ് നമ്മുടെ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ. ഇനി നമുക്ക് അതിൻ്റെ മെയിനായിട്ടുള്ള 2 പ്രോപ്പർട്ടീസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഫസ്റ്റ് പ്രോപ്പർട്ടി യൂണിറ്റാരിറ്റി പ്രോപ്പർട്ടിയാണ്. യൂണിറ്റാരിറ്റി പ്രോപ്പർട്ടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ഇറ്റ് ഈസ് U dagger T(T0) into U(t(T0) is equal to 1. ഓക്കെ, U dagger U is equal to 1. അതാണ് യൂണിറ്റാരിറ്റി പ്രോപ്പർട്ടി. ഇത് ആക്ച്വലി നമ്മുടെ പ്രോബബിലിറ്റി കൺസർവേഷനിൽ നിന്ന് ഫോളോ ചെയ്യുന്നതാണ്. ഓക്കെ, ദിസ് പ്രോപ്പർട്ടി ഫോളോസ് ഫ്രം പ്രോബബിലിറ്റി കൺസർവേഷനിൽ നിന്ന് ഫോളോ ചെയ്തു വരുന്ന അല്ലെങ്കിൽ ഇവോൾവ് ചെയ്തു വരുന്ന ഒരു പ്രോപ്പർട്ടിയാണിത്. ഓക്കെ, പ്രോബബിലിറ്റി കൺസർവേഷൻ. സോ നമുക്കതിൻ്റെ ഒരു പ്രൂഫ് എന്നുള്ള നിലയിൽ നമുക്ക് ഇങ്ങനെ സ്റ്റേറ്റ് ചെയ്യാം. നമ്മുടെ സ്റ്റേറ്റ് ഇനീഷ്യലി നമ്മുടെ സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന സ്റ്റേറ്റ് നോർമലൈസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ,
ഓഫ് കോഴ്സ് ക്വാണ്ടം മെക്കാനിക്സിൽ നമ്മളൊരു സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യാൻ എപ്പോഴും പ്രിഫർ ചെയ്യുന്നത് നോർമലൈസ്ഡ് കെറ്റ്സ് ആണ്. ഓക്കെ, സോ നമ്മുടെ സ്റ്റേറ്റ് എപ്പോഴും നോർമലൈസ്ഡ് ആയിരിക്കണം. സോ ഇഫ് ദ സ്റ്റേറ്റ് ഇസ് നോർമലൈസ്ഡ് ഇനീഷ്യലി നമ്മുടെ സ്റ്റേറ്റ് നോർമലൈസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ then it must remain normalized at later times also. Okay, so നമ്മുടെ സിസ്റ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു ഓൾറെഡി ആൽഫ കോമ ടി നോട്ട് എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഇനീഷ്യൽ സ്റ്റേറ്റ് ദാറ്റ് നോർമലൈസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ദാറ്റ് ഈസ് സ്കേലാർ പ്രൊഡക്റ്റ് ഓർ ഇന്നർ പ്രൊഡക്റ്റ് ആൽഫ എന്ന് പറയുന്നത് 1 ആവുക. ഓക്കെ, നോർമലൈസ്ഡ് ആണ് എന്നുണ്ടെങ്കിൽ ലേറ്റർ ടൈമിലുള്ള കെറ്റും എന്തായിരിക്കും? നോർമലൈസ്ഡ്. ആ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കെറ്റും എന്തായിരിക്കും? നോർമലൈസ്ഡ് ആയിരിക്കും. ഓക്കെ, ഇത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ യൂണിറ്റാരിറ്റി ഒന്ന് പ്രൂവ് ചെയ്യാം. നമ്മുടെ ഇനീഷ്യൽ സ്റ്റേറ്റ് നമ്മൾ പറഞ്ഞു ആൽഫ കോമ ടി നോട്ടാണ്. ഓക്കെ, സോ നമ്മൾ എടുത്തിരിക്കുന്ന ഈ ഇനീഷ്യൽ സ്റ്റേറ്റ് നോർമലൈസ്ഡ് ആണ്. ദാറ്റ് ഈസ് ആൽഫ കോമ ടി നോട്ട് ഈ ഒരു ഇന്നർ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സ്കേലാർ പ്രൊഡക്റ്റ് 1 ആണ്. ഇനി നമുക്ക് ലേറ്റർ ടൈമിൽ ആൽഫ കോമ ടി നോട്ട് ടി എന്ന് പറയുന്ന ലേറ്റർ ടൈമിലെ സ്റ്റേറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇറ്റ് ഈസ് യു ഓഫ് ടി കോമ ടി നോട്ട് ആക്ടിങ് ഓൺ ഇനീഷ്യൽ സ്റ്റേറ്റ് അല്ലേ. ഇവിടെ നമ്മൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ബ്രാ എഴുതുകയാണെങ്കിൽ ആൽഫ കോമ ടി നോട്ട് ടി ഇസ് ഈക്വൽ ടു എന്തായിരിക്കും ഇതിൻ്റെ കറസ്പോണ്ടിങ് ബ്രാ? ഓപ്പറേറ്ററിൻ്റെ ഹെർമീഷ്യൻ കോൺജുഗേറ്റ് എടുക്കണം അല്ലേ. യു ഡാഗ് ടി കോമ ടി നോട്ട് ആക്ടിങ് ഓൺ ബ്രാ ആൽഫ കോമ ടി നോട്ട് അല്ലേ. ഇതായിരിക്കുമല്ലോ ഇതിൻ്റെ ഡ്യുവൽ സ്പേസിലുള്ള കറസ്പോണ്ടിങ് ഇക്വേഷൻ അല്ലേ. സോ ഇവിടെ നിന്ന് നമ്മൾ നമ്മുടെ ഈ ഒരു പുതിയ സ്റ്റേറ്റിൻ്റെ ഇന്നർ പ്രൊഡക്റ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് ആൽഫ ടി നോട്ട് ടി ആൽഫ ടി നോട്ട് ടി ഈ ഒരു പ്രൊഡക്റ്റ് നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എങ്ങനെയായിരിക്കും വരിക? we will have alpha t naught u dagger t comma t naught into u t comma t naught alpha t naught അല്ലേ. ഇങ്ങനെയായിരിക്കും വരിക. സോ നമ്മൾ പറഞ്ഞു ഇനീഷ്യലി നമ്മുടെ സ്റ്റേറ്റ് നോർമലൈസ്ഡ് ആണ്. സോ ലേറ്റർ ടൈമിൽ നമ്മുടെ സ്റ്റേറ്റും എന്തായിരിക്കണം? നോർമലൈസ്ഡ് ആയിരിക്കണം. ഓക്കെ, സോ ഇത് നോർമലൈസ്ഡ് ആവുക എന്ന് പറയുമ്പം ഫ്രം ദിസ് വി ക്യാൻ ഇൻഫർ, നമ്മൾ ഓൾറെഡി പറഞ്ഞു ബ്രാ ആൽഫ ടി നോട്ട് ഇൻറ്റു കെറ്റ് ആൽഫ ടി നോട്ട് എന്ന് പറയുന്ന ഇന്നർ പ്രൊഡക്റ്റ് എന്താണ്? നോർമലൈസ്ഡ് ആണ് അല്ലേ, യൂണിറ്റി ആണ്. സോ അതുകൊണ്ട് ഫോർ ദിസ് ടു ബി 1 വി ക്യാൻ സേ അവർ യു ഡാഗ് യു ഇസ് 1 അല്ലേ. യു ഡാഗ് യു 1 വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു റൈറ്റ് ഹാൻഡ് സൈഡ് എന്തായിട്ട് മാറും? 1 ആയിട്ട് മാറും. ഓക്കെ, സോ ദാറ്റ് പ്രൂവ്സ് അവർ ഫസ്റ്റ് പ്രോപ്പർട്ടി, യൂണിറ്റാരിറ്റി പ്രോപ്പർട്ടി ആയ യു ഡാഗർ യു ഈക്വൽ ടു 1 എന്ന് പറയുന്ന പ്രോപ്പർട്ടി നമുക്ക് അവിടുന്ന് കിട്ടും. ഇനി നെക്സ്റ്റ് സെക്കൻഡ് പ്രോപ്പർട്ടി ആയിട്ട് പറയുന്നത് കോമ്പോസിഷൻ പ്രോപ്പർട്ടിയാണ്. കോമ്പോസിഷൻ പ്രോപ്പർട്ടി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ യു ഓഫ് ടി ടു കോമ ടി നോട്ട്, ഓക്കെ, ടി നോട്ടിൽ നിന്ന് ടി ടുവിലേക്കുള്ള ഒരു ട്രാൻസ്ലേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ദിസ് ക്യാൻ ബി റിട്ടൺ ആസ് യു ഓഫ് ടി വൺ കോമ ടി നോട്ട് ഇൻറ്റു യു ഓഫ് ടി ടു കോമ ടി വൺ. ഓക്കെ, അതായത് ടി നോട്ടിൽ നിന്ന് ആദ്യം ടി വണ്ണിലേക്കുള്ള ഒരു ടൈം ഡിസ്പ്ലേസ്മെൻ്റ് എടുക്കുക, ദെൻ ടി വണ്ണിൽ നിന്ന് ടി ടുവിലേക്ക്. ഓക്കെ, ഇതാണ് നമ്മുടെ കോമ്പോസിഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ടി നോട്ടിൽ നിന്ന് ടി ടുവിലേക്കുള്ള ടൈം ട്രാൻസ്ലേഷൻ എന്ന് പറയുന്നതിന് ഇക്വലൻ്റ് ആണ് എന്ത്? ആദ്യം ടി നോട്ടിൽ നിന്ന് ടി വണ്ണിലേക്കുള്ള ഒരു ട്രാൻസ്ലേഷൻ, ദെൻ ടി വണ്ണിൽ നിന്ന് ടി ടുവിലേക്കുള്ള ട്രാൻസ്ലേഷൻ, പ്രൊവൈഡഡ് ടി ടു ഗ്രേറ്റർ ദാൻ ടി വൺ ഗ്രേറ്റർ ദാൻ ടി നോട്ട്. ഓക്കെ, സോ ഇതാണ് നമ്മുടെ സെക്കൻഡ് പ്രോപ്പർട്ടി, കോമ്പോസിഷൻ പ്രോപ്പർട്ടി. ഇനി നമ്മൾ ഒരു ഇൻഫിനിറ്റിസിമൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ പറയുന്നുണ്ട്. ഇൻഫിനിറ്റിസിമൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ. ഓക്കെ,
ഇൻഫിനിറ്റസിമൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ. ഈ ഇൻഫിനിറ്റസിമൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് യു ഓഫ് ടി നോട്ട് പ്ലസ് ഡി ടി കോമ ടി നോട്ട്. ഓക്കെ, ടി നോട്ട് എന്ന് പറയുന്ന ടൈമിൽ നിന്ന് ടി നോട്ട് പ്ലസ് ഡി ടിയിലേക്കുള്ള എവല്യൂഷനെ റെപ്രസെൻ്റ് ചെയ്യുന്ന ഓപ്പറേറ്റർ. ഓക്കെ, ഇതാണ് ഇൻഫിനിറ്റസിമൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ. ദാറ്റ് ഇസ് നമ്മുടെ സ്റ്റേറ്റ് ആൽഫ കോമ ടി നോട്ട് സെമിക്കോളൻ ടി നോട്ട് പ്ലസ് ഡി ടി ഇസ് ഈക്വൽ ടു this infinitesimal operator u of t naught comma t naught plus dt comma t naught acting on alpha t naught. ഓക്കെ, ഇതാണ് നമ്മുടെ ഇൻഫിനിറ്റസിമൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ. ആൻഡ് ഈ ഇൻഫിനിറ്റസിമൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിന് നമ്മൾ അസേർട്ട് ചെയ്യുന്ന ഫോം എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ഐ ഒമേഗ ഡി ടി. ഇതാണ് നമ്മൾ ഇതിന് അസേർട്ട് ചെയ്യുന്ന ഫോം, 1 minus I omega dt, where omega is Hermitian, that is omega dagger is equal to omega. Okay, omega dagger is equal to omega ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ഓൾറെഡി ഇവിടെ നിന്ന് നമുക്ക് പറയാൻ പറ്റും ലിമിറ്റ് ഡി ടി ടെൻഡിങ് ടു 0. നമ്മുടെ ആ ഒരു ടൈം എവല്യൂഷൻ്റെ ലെങ്ത്താണ് ഈ ഡി ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലേ. ടി നോട്ടിൽ നിന്ന് ടി നോട്ട് പ്ലസ് ഡി ടിയിലേക്കാണ് നമ്മുടെ ട്രാൻസ്ലേഷൻ വരുന്നത്. സോ ലിമിറ്റ് ഡി ടി ടെൻഡിങ് ടു 0 യു ഓഫ് ടി നോട്ട് പ്ലസ് ഡി ടി കോമ ടി നോട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? ദിസ് ഇസ് 1 അല്ലേ. 1 ആയിരിക്കും അതിൻ്റെ വാല്യൂ വരിക. കാരണം ഡി ടി ടെൻഡിങ് ടു 0 എന്ന് പറയുമ്പോൾ അവിടെ ടൈം എവല്യൂഷൻ വളരെ നെഗ്ലിജിബിളി സ്മോൾ ആയിട്ട് വരികയാണ് അല്ലേ, ടെൻഡിങ് ടു 0 ആണ്. സോ ഡെഫിനറ്റ്ലി നമ്മുടെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആയിരിക്കും വരിക. ഓക്കെ, നമ്മളിതിലപ്പം ഓൾറെഡി പറഞ്ഞു നമ്മുടെ ഇൻഫിനിറ്റസിമൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് 1 മൈനസ് ഐ ഒമേഗ ഡി ടി എന്നാണ് അല്ലേ. 1 മൈനസ് ഐ ഒമേഗ ഡി ടി. അപ്പോൾ നമ്മൾ ഈ ഒരു ഇക്വേഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ 1 ആണ്. സോ ഈ ഒരു ഇക്വേഷൻ അല്ലെങ്കിൽ ഈ ഒരു ഫോം ഡയമെൻഷനലി വാലിഡ് ആവണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ ഒരു ടേം എന്താവണം? ഡയമെൻഷൻലെസ് ആവണം അല്ലേ. ഇവിടെ നമുക്ക് 1 ആണ് വരുന്നത്. സോ ഈ ഒരു ടേമും ഡയമെൻഷൻലെസ് ആവണം. ഈ ഒരു ടേം ഡയമെൻഷൻലെസ് ആവുക എന്ന് പറയുമ്പോൾ ഒമേഗ എന്ന് പറയുന്ന ആളുടെ യൂണിറ്റ് 1/second ആവണം. കാരണം ഡി ടി എന്ന് പറയുന്നതിൻ്റെ യൂണിറ്റ് സെക്കൻഡ് ആണ് അല്ലേ. 1/second. 1/second എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ് അല്ലേ. സോ ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ് ആർക്കുള്ളത്? നമ്മുടെ ഒമേഗ എന്ന് പറയുന്ന ആൾക്ക് ഉള്ളത്. സോ നമ്മൾ ഈ ഒമേഗ എന്ന് പറയുന്ന ആളെ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഉള്ള ഒരു പാരാമീറ്ററുമായിട്ട് കണക്ട് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നമ്മൾ ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഒരു ഐഡിയ ആണ് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുന്നത്? ബോറോ ചെയ്യുന്നത്. ക്ലാസിക്കൽ മെക്കാനിക്സിൽ നമുക്കറിയാം ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്ന ആൾ നമ്മുടെ ടൈം എവല്യൂഷൻ്റെ ജനറേറ്ററാണ്. ഓക്കെ, Hamiltonian is generator of time evolution. ഓക്കെ, ടൈം എവല്യൂഷൻ്റെ ജനറേറ്ററാണ് ആര്? ഹാമിൽട്ടോണിയൻ എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്ന് ആ ഒരു ക്ലാസിക്കൽ മെക്കാനിക്സിലെ ഐഡിയ ബോറോ ചെയ്തിട്ട് നമ്മൾ നമ്മുടെ ഈ ഒമേഗ എന്ന് പറയുന്ന ആളെ നമ്മുടെ ഹാമിൽട്ടോണിയനുമായിട്ട് കണക്ട് ചെയ്യാണ്. പക്ഷെ നമുക്കറിയാം ഒമേഗയുടെ യൂണിറ്റ് ഓൾറെഡി നമ്മൾ പറഞ്ഞു 1/second, അതായത് ഫ്രീക്വൻസിയുടെ യൂണിറ്റാണ്. പക്ഷേ ഹാമിൽട്ടോണിയൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് എന്താണ്? എനർജിയുടെ യൂണിറ്റാണ് അല്ലേ. സോ അതിനെ ഫ്രീക്വൻസിയുടെ യൂണിറ്റിലേക്ക് ആക്കാൻ വേണ്ടി വി ആർ ഡിവൈഡിങ് വിത്ത് ആൻ എച്ച് ക്രോസ്. ഓക്കെ, സോ നമ്മുടെ ഒമേഗ എന്ന് പറയുന്ന ആളാരാണ്? h/h ആണ്. ദാറ്റ് ഈസ് അവർ ഇൻഫിനിറ്റസിമൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ യു ഓഫ് ടി നോട്ട് പ്ലസ് ഡി ടി കോമ ടി നോട്ട് എന്ന് പറയുന്നത് ദിസ് ഇസ് ഈക്വൽ ടു 1 മൈനസ് ഐ h/h ഡി ടി. ഓക്കെ, 1 മൈനസ് ഐ h/h ഡി ടി. സോ നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മൾ ഡൈനാമിക്സ് ആണ് സ്റ്റഡി ചെയ്യാൻ പോകുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ സിസ്റ്റത്തിൻ്റെ ഡൈനാമിക്സ് എന്ന് പറയുമ്പോൾ അവിടെ നമ്മൾ ആദ്യം ആ സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന പാരാമീറ്റർ ഏതാണെന്നുള്ളത് നോക്കും. ദെൻ അതിൻ്റെ ടൈം എവല്യൂഷനാണ്. അപ്പം ക്വാണ്ടം മെക്കാനിക്സിലായതുകൊണ്ട് തന്നെ നമുക്ക് ആരുടെ ടൈം എവല്യൂഷൻസ് ആണ് വരിക? കെറ്റിൻ്റെയും അതുപോലെ ഒബ്സർവേബിൾസിൻ്റെയും ഒക്കെ ടൈം എവല്യൂഷൻസ് ആണ് നമുക്ക് വരിക. ഓക്കെ, ദെൻ നമ്മൾ ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ
ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററായ യു എന്ന് പറയുന്ന ആളെ ഡിഫൈൻ ചെയ്തു. അതായത് ഒരു പെർട്ടിക്കുലർ ടൈമിലുള്ള ഒരു സ്റ്റേറ്റ് ഗെറ്റിനെ ലേറ്റർ ടൈമിലുള്ള ഒരു സ്റ്റേറ്റ് ഗെറ്റിനെയും റിലേറ്റ് ചെയ്യുന്ന നമ്മുടെ ഓപ്പറേറ്ററാണ് ആര്? ടൈം എവല്യൂഷൻ ഓപ്പറേറ്റർ അല്ലേ. ഒരു ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ T0 നിന്ന് Tയിലേക്ക് ഒരു ടൈം ഡിസ്പ്ലേസ്മെൻറ്റ് ഉണ്ട് എന്നുണ്ടെങ്കിൽ യു ഓഫ് T, T0 എന്ന് പറയുന്ന ഓപ്പറേറ്റർ റിലേറ്റ്സ് അവർ ഇനീഷ്യൽ ഗെറ്റ് ടു ദ ലേറ്റർ ഗെറ്റ് അല്ലേ. നമ്മുടെ ആ ഒരു പഴയ ഗെറ്റിൻ്റെ മുകളിൽ ഈ ഒരു ഓപ്പറേറ്റർ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ലേറ്റർ ടൈമിലുള്ള നമ്മുടെ സ്റ്റേറ്റ് ഗെറ്റ് കിട്ടും. ദെൻ അതിൻ്റെ രണ്ട് പ്രോപ്പർട്ടീസ് പറഞ്ഞു. ഒന്ന് യൂണിറ്റാരിറ്റി പ്രോപ്പർട്ടിയും ഒന്ന് കോമ്പോസിഷൻ അല്ലേ, കോമ്പോസിഷൻ പ്രോപ്പർട്ടിയും. അങ്ങനെ രണ്ട് പ്രോപ്പർട്ടീസ് പറഞ്ഞു. ദെൻ ലാസ്റ്റ് നമ്മൾ പറഞ്ഞത് എന്താണ്? ഇൻഫിനിറ്റസിമൽ ടൈം എവല്യൂഷൻ ഓപ്പറേറ്ററും അതിൻ്റെ ഫോമും അല്ലേ. ഇൻഫിനിറ്റസിമൽ ടൈം എവല്യൂഷൻ്റെ ഓപ്പറേറ്ററിൻ്റെ ഫോം നമ്മൾ പറഞ്ഞു 1 - IH/H cross dt എന്ന് പറയുന്നതാണ്.